അതുപോലത്തെ ലൈഫ് എന്താ പറയുക, ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് ജീവിക്കുന്നുണ്ട് ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഞാൻ ഓരോ ദിവസം വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ശരീരത്തിൽ നല്ല വെയിറ്റ് ഉള്ള ഓരോ സാധനങ്ങളാണ് അവരിടുന്നത് കേട്ടോ. എന്റെ അമ്മോ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബാക്ക് പാക്കർ അരുണിമയെ അറിഞ്ഞുകൂടാത്ത മലയാളികൾ കുറവാണ്. ഒരു ട്രാവൽ വ്ളോഗറാണ്. എസ്പെഷ്യലി ഒരു ലേഡി ആയതുകൊണ്ട് തന്നെ ഇത്രയും രാജ്യങ്ങളും ഇത്രയും സ്ഥലങ്ങളും ട്രാവൽ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ മലയാളികൾ ശ്രദ്ധിക്കാതിരിക്കില്ല. ഇടയ്ക്ക് തന്നെ ഇന്റർവ്യൂ ഒക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ട്രോളുകളൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇടയ്ക്ക് ഈ പറയുന്ന അരുണിമയുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ ഒരു വീഡിയോ അവസാനം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, ഒരു ഫോട്ടോയുടെ ഇഷ്യൂമായി റിലേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ അതൊന്നുമല്ല വിഷയം. അരുണിമ ഉള്ളത് ആഫ്രിക്കയിലെ ഒരു സ്ഥലത്താണ്, ഹിംബ ട്രൈബ് നമീബിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിലവിൽ അരുണിമ ഉള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് അരുണിമയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഇതെന്തുവാ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിച്ചു. വീഡിയോ കണ്ടിട്ടല്ല, വീഡിയോയുടെ താഴത്തെ കമന്റ് ബോക്സ് കണ്ടിട്ട്. വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് ഒരു ട്രൈബൽ ഏരിയയിൽ പോയിട്ട് അവരെ പോലെ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അവിടെ ആ ഡ്രസ്സ് ചെയ്യുമ്പോൾ മാറൊന്നും മറക്കാതെയാണ് അരുണിമ ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അത് വന്നപ്പോൾ കുറച്ച് പേർക്ക് അങ്ങ് കുരു പൊട്ടി. അവിടെ അരുണിമ തന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ ചിലർക്ക് അങ്ങ് കുരു പൊട്ടുമെന്ന്. അതുമായി റിലേറ്റ് ചെയ്തിട്ട് ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം. സത്യം പറഞ്ഞാൽ അരുണിമയ്ക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു വീഡിയോ തന്നെയാണ് ഈ പറയുന്ന വീഡിയോ. ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ഫൂഞ്ച് ആ സാധനമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, മൈസ് ഫ്ലോർ വെച്ചിട്ട്. പിന്നെ എന്തോ ഒരു കറിയുണ്ട്. കറി എന്താണ്, മട്ടനാണോ അതോ കവാണോ എന്നറിയില്ല. ഇവർക്കുള്ള സാധനങ്ങൾ അതൊക്കെയാണ്. അത് വെച്ചാണ് അവർ ഉണ്ടാക്കുന്നതല്ലോ. കണ്ടില്ലേ എന്താണെന്ന്. എന്തായാലും അതൊക്കെ തന്നെ അവർ കഴിച്ചോണ്ടിരുന്നു. പക്ഷെ ഞാൻ കഴിക്കില്ല അതൊന്നും. അവർക്കത് ഫേവറേറ്റ് ഫുഡ്. എനിക്ക് എന്തോ പോലെയാണ്. കാരണം ഇവർ വെള്ളമൊന്നും ഇല്ല ഇതിൽ. ആകെ ഒരു ഇച്ചിരി വെള്ളമൊക്കെ. ഞാൻ കഴുകുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു കപ്പ് വെള്ളം എനിക്ക് തന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് പല്ല് തേക്കണം, മുഖം കഴുകണം, അത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. കുളിക്കാനൊന്നും ഓപ്ഷൻ എന്തായാലും ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെള്ളമൊന്നും ഇല്ല കിട്ടാൻ. അവിടെ അരുണിമ നിൽക്കുന്ന സ്ഥലത്ത് കുളിക്കാൻ പറ്റത്തില്ല, നേരെ ഒന്നും തുണി നനയ്ക്കാൻ പറ്റത്തില്ല, തുണിയില്ല, ഒന്നുമില്ല. ഒരു പരിപാടി അവിടെ നടക്കത്തില്ല. ഒരു കപ്പ് വെള്ളത്തിൽ പല്ല് തേക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. നമ്മളിവിടെ ഒരു കപ്പാ, ഒരു ബക്കറ്റ് വെള്ളമാണ് പല്ല് തേക്കാൻ ഉപയോഗിക്കുന്നത് ഇവിടെ മലയാളികൾ. എക്സ്പെഷ്യലി മലയാളികളുടെ കാര്യം പറയുമ്പോൾ പറയാം. ഇവിടെ ചുമ്മാ പൈപ്പും തുറന്നു വിട്ടിട്ട് അങ്ങ് തേച്ചുകൊണ്ടിരിക്കും, പതച്ചുകൊണ്ടിരിക്കും. കുളിക്കണേക്ക് ഒരു ടാങ്ക് വെള്ളത്തിലാണ് ഇവിടെ കുളിക്കുന്നത്. അതാണ് ഇവിടുത്തെ അവസ്ഥ. അവിടെ വെള്ളം പോലും ഇല്ലാത്ത സ്ഥലത്താണ് അരുണിമ നിൽക്കുന്നത്. അവിടെ പോയി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും വീഡിയോസ് എടുക്കുന്ന കാര്യങ്ങളൊന്നും വേറെ ലെവൽ വെച്ചാൽ സത്യം പറയാമല്ലോ, എന്നെ കൊണ്ടൊന്നും പറ്റൂല. ഞാനൊന്നും ഇങ്ങനെയൊന്നും പോയിട്ട് കഷ്ടത അനുഭവിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ചെയ്യുമെന്ന്. എനിക്ക് തോന്നുന്നില്ല. ഞാനൊക്കെ ഇത്രയും ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മൈൻഡ് സെറ്റ് ഒന്നും അങ്ങനെ പോകത്തില്ല. പക്ഷെ അരുണിമ അവിടെ പോയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര എഫർട്ട് എടുത്തിട്ട് വീഡിയോസും എടുത്ത് കാര്യങ്ങളും എടുത്തിട്ട് മാസം എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഈ പ്രായത്തിൽ അതൊക്കെ പോയി ചെയ്യുന്നത്. നമ്മളെപ്പോലെ എത്ര പേർക്ക് കഴിയും. നമ്മൾക്കൊക്കെ ഇതൊക്കെ ഒരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന അടി പോയിട്ട് കുറ്റം പറയാനല്ലാതെ നമ്മളെ മലയാളികൾക്ക് അറിയില്ലല്ലോ. ഇതൊക്കെ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് നീയൊക്കെ കുറ്റം പറയാനുള്ള ഈ മൈൻഡ് മാറ്റിയിട്ട് അതിലെന്തെങ്കിലും ഒരു ക്വാളിറ്റി ആയിട്ടുള്ള കാര്യം കാണുന്നത് പറ. അല്ലാണ്ട് നീയൊക്കെ കണ്ടെത്തിയത് അവരവിടെ തുണി കൊടുത്തില്ല, അതാണ് നീയൊക്കെ അവിടെ കണ്ടെത്തിയ കാര്യം. ഇതുപോലത്തെ കാര്യങ്ങൾ കണ്ടെത്താണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അവിടെ കണ്ടെത്താൻ നോക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ മലയാളികൾ എന്നും പറയുമ്പോൾ അഭിമാനമുണ്ട്, അതേ ലെവലിൽ പുച്ഛവും കൂടിയാണ് ഇപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും വെള്ളത്തിൻ്റെ കേസ് വിടാം. അതിനുശേഷം അരുണിമ അവിടുത്തെ ഒരു ഡ്രസ്സിങ് രീതിയിലോട്ട് പോകുന്ന റിലേറ്റീവായിട്ടുള്ള വീഡിയോ കാണാം. ഞാനും ഹിംബ ടൈപ്പിലെ ആളുകളുടെ പോലെ അവരുടെ ശരീരത്തിൽ പ്രാണികളിൽ നിന്നും പിന്നെ മണ്ണിൽ നിന്നും ചെളിയിൽ നിന്നും പൊടിയിൽ നിന്നും തണുപ്പിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു സാധനം തേച്ചിട്ട്, അപ്പോൾ ഞാനും എൻ്റെ വസ്ത്രമെല്ലാം അയച്ച് അതുപോലെ തേച്ച് അവരുടെ കൂടെ ഇവിടെ ജീവിക്കാൻ കുറച്ച് ദിവസം, ഒരുപാട് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം അവരുടെ കൂടെ ജീവിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതേ വസ്ത്രം കഴിച്ച് അവരെന്തോ ഒരു റെഡ് സാധനം ഉണ്ട്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം എങ്ങനെ തേക്കുന്നതെന്നൊക്കെ. ഹിംബ ട്രൈബിലാണ് ഇപ്പോൾ അരുണിമ നിൽക്കുന്നത്. അവിടെ ഉള്ളവർ മറിച്ചിട്ടില്ല. അത് തന്നെ അത് വീഡിയോയിൽ ബ്ലർ ചെയ്തിട്ട് അരുണിമ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അതേ കോസ്റ്റ്യൂംസിലും കാര്യങ്ങളിലും അരുണിമ മാറുന്നുണ്ട്. അവർ ഈ ദേഹത്ത് പ്രാണികളൊന്നും വന്നു കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള എന്തോ സാധനം തേച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു നെയ്യും പിന്നെ ഈ ഒരു പൊടി ഉണ്ടോ, ആ ഒരു പൊടിയും കൂടെയാണ്. നെയ്യ് എനിക്ക് തോന്നുന്നു ഇവർ തന്നെ പശുന്ന് എടുക്കുന്ന ഒരു ടൈപ്പ് നെയ്യാണ്. ഫാറ്റ് ആണ്. ഒരു കളർ അവരെന്റെ കയ്യിലിടാൻ വേണ്ടി പോവാണ്. തേച്ചിട്ടുണ്ട് കയ്യിലേക്ക്. അതെ, അയ്യോ ഇത് പോവില്ലേ, ഇത് പോയില്ലെങ്കിൽ പണിയാവും കേട്ടോ. എന്റെ കാലിലൊക്കെ ഇടുന്നു. അയ്യോ സീനാവും ഇത് പോയില്ലെങ്കിൽ. എന്താവോ എന്തോ. കാലിലൊക്കെ അതേ തേച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഫുൾ റെഡി ആയിട്ടുണ്ട്. വളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വളം എന്താ മരം വെച്ചോണ്ടാക്കിയതാണോ? മരം തോന്നുന്നുണ്ട്. ഒരു കുട്ടികളുടെ വസ്ത്രമൊക്കെ ഇങ്ങനെ ഉണ്ടോ, ഒരു കുറെ വളയൊക്കെ ഇടും കേട്ടോ. നല്ല ഭംഗിയാണ്. എന്റെ ചുമയൊന്നും മാറിയിട്ടേ ഇല്ല. അടിപൊളി. ഈ
ചെരുപ്പ് കണ്ടോ, അത് പശുവിന്റെ തോല് വെച്ചുണ്ടാക്കിയതാണ്. ഈ ഒരു മുത്ത് പോലത്തെ ഗോൾഡ് പോലത്തെ കളറൊക്കെ എവിടെ കിട്ടിയെന്ന് എനിക്കറിയില്ല. കൊള്ളാം എന്തായാലും. കാലിന്റെ കളറൊക്കെ നോക്കി ഇങ്ങനെയാണ്, വളയും ഇതും. ഇത് സൈസ് കറക്റ്റ് അല്ലാത്തതുകൊണ്ട് കണ്ടോ എനിക്ക് നീളം കൂടുതലാണ്. ഇവിടെ ഒരു സാധനം വെച്ച് എനിക്ക് കെട്ടി തന്നേക്കോണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്റെ യാത്രയിൽ ഞാൻ ഇതുപോലുള്ള ഒരുപാട് എന്താ പറയുക വ്യത്യസ്തമായ ആചാരങ്ങളൊക്കെ അനുകരിക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇതും. അല്ലാതെ ഇനി ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ തെറി പറയാനും ഇതാക്കാനൊക്കെ വരും. ഈ ഒരു ഇതില് അവരുടെ കോസ്റ്റ്യൂം ഇട്ട ടൈമിലായിട്ടും അവിടെ മറിച്ചിട്ടില്ല. അത് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കമന്റ്സ് ഉണ്ട്, അതിലോട്ട് വരാം. അതിനു മുമ്പ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അവിടെ ഈ ആൾക്കാർ ജീവിക്കുന്ന രീതി കണ്ടോ, എന്ത് കഷ്ടപ്പാടും ദാരിദ്ര്യം നിറഞ്ഞ് നേരെ തിന്നാൻ പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി തിന്നുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. നമ്മളിവിടെ 4 പേരെ വെട്ടി വിഴുങ്ങി ഇരിക്കുക. സത്യം സീരിയസ്ലി പറയാം, ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പാവം തോന്നും. നമ്മളാലെ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷനാണ്. ഇവിടെ അരുണിമ പോകുന്നു, ആ വീഡിയോ എടുക്കുന്നു, അത് കാണുന്നതല്ലാണ്ട് നമുക്കൊക്കെ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോലും പറ്റത്തില്ല. ആ ലെവലിലാണ് കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ കിളി പറന്നു പോവുകയാണ് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ. ഓരോ ആൾക്കാർ അനുഭവിക്കുന്ന, നമ്മുടെ ഈ ഭൂമിയിൽ കിടന്ന് അനുഭവിക്കുന്ന കഷ്ടപ്പാടിന് കൈ കണക്കില്ല. വെള്ളം പോലും ഇല്ല. നേരെ ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ട് എല്ലാത്തിനും കൂടി ആ ഒരവസ്ഥയാണ്. വെള്ളമില്ല, ഒന്നുമില്ല, നേരെ ചോ കഴിക്കാൻ ആഹാരമില്ല, ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ ജീവിതം. പിന്നെ അവരവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെയോ ആടും പശുവൊക്കെ വെച്ച് തിന്നും കുടിച്ചുമൊക്കെ ജീവിച്ചു പോകുന്നു. അവസ്ഥ. പക്ഷേ എന്നെ സന്തോഷപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്, ഈ വീഡിയോയുടെ അടിയിൽ വന്നതിൽ 90% മേളിൽ കമൻറ്റും പോസിറ്റീവായിരുന്നു. അത് യൂട്യൂബ് ആയതുകൊണ്ടാവാം, ചിലപ്പോൾ ഫേസ്ബുക്കിലായിരുന്നെങ്കിൽ ഇതേപോലത്തെ സപ്പോർട്ട് കിട്ടിയത് വരത്തില്ല. കുറച്ച് കമൻറ്റ് ഞാൻ വായിക്കാം. ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല ഇങ്ങനെ ഒരു ജീവിതം. ഞാൻ കണ്ടതിൽ വെച്ച് നല്ല ഒരു യൂട്യൂബർ അരുണിമ തന്നെയാണ്. ഒരുപാട് യാത്രകൾ ഇനിയും ചെയ്യാൻ കഴിയട്ടെ. ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിക്ക് ജീവിക്കാൻ കഴിയുക എന്നത് ഭാഗ്യമാണ്. ആശംസകൾ. ടേക്ക് കെയർ. ലോകത്ത് ഇങ്ങനെയൊക്കെ ഉള്ള മനുഷ്യരുണ്ട് എന്ന് കാണിച്ച് തന്നതിന് നന്ദി. ദൈവമേ, നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവർ. ലോക വൈവിധ്യങ്ങൾ കാണിക്കുവാൻ കുഞ്ഞെ നിന്റെ ഈ യാത്രയ്ക്ക് സല്യൂട്ട്. ഈ ലോകത്തുള്ള പല ആധുനിക സൗകര്യങ്ങളും അനുഭവിക്കാത്ത ഒരായുസ് ജീവിച്ച് തീർക്കുന്ന പാവങ്ങൾ നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാർ. സത്യം, നമ്മളൊക്കെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്രയോ 100 മടങ്ങ് ഭാഗ്യവതികളെന്ന് ഞാൻ പറയത്തുള്ളൂ. ചുമ്മാ ആലോചിച്ച് നോക്കുമ്പോൾ പോലും പേടി തോന്നുന്നു. സമ്മതിച്ചു, വെള്ളമില്ലാത്ത ഒരു അവസ്ഥ എത്ര ഭീകരമാണ് എന്നും ഇത് കണ്ടപ്പോൾ മനസ്സിലായി. നമ്മളൊക്കെ ചെയ്തവർ ആണ്, നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ്. സത്യം, എത്ര ധൈര്യമുള്ള പെൺകുട്ടി. സത്യം പറഞ്ഞാൽ ഇവിടെ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ അരുണിമ കാണിച്ച ധൈര്യം വേറെ ലെവലാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടെ കിടന്ന് വായ്ത്താളം അടിക്കുന്ന പോലെ അല്ല, ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയിട്ട് അവരുടെ ഇടയിൽ പോയിട്ട് അവരുടെ കൂടെ നിന്ന് അവരുമായി മിങ്കിൾ ചെയ്തിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കാര്യമില്ല. അമ്മമാർക്ക് എപ്പോഴാണ് കൊണ്ടുകളവണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എപ്പോഴാണ് നമ്മൾ അടിച്ചേറി കെട്ടണമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ അത്രയും റിസ്ക് എടുത്ത് സ്വന്തം ലൈഫ് അങ്ങ് വച്ചും കൊണ്ട് ഇറങ്ങി തിരിച്ച് അരുണിമയ്ക്ക് ബിഗ് സല്യൂട്ട് തന്നെയാണ് തരേണ്ടത് ഈ ഒരു കേസിൽ. ഇനിയാണ് നമ്മുടെ നെഗറ്റീവ് ഓളികളുടെ കമൻസ് കുറച്ച് വായിക്കും. ചിന്തിക്കേണ്ട, ഇവളുടെ ജീവിതം വീഡിയോ ചെയ്യുന്നു എന്നത് ഒഴിച്ചാൽ ബാക്കി എല്ലാം മോശമാണ്, അനുകരിക്കേണ്ട. ഓടേ, ഏതോ നല്ല മറ്റേ പോസിറ്റീവ് വൈബോളി വന്നിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും കൊടുക്കും. കഷ്ടോടെ. എനിക്ക് ഈ നെഗറ്റീവ് ഓളികളെ കുറ്റം പറഞ്ഞ് ഞാൻ മടുത്തിരിക്കുക. എനിക്കൊന്നും പറയാനില്ല. ഇത് വിളിക്കുന്നില്ല, നിന്റെ ബോഡി ഒന്ന് കാണിച്ചുവിട്. ഈശോ, എന്തോ നമ്മ മോനെ, എന്തിനാ ബ്ലറാക്കുന്നേ? ഞങ്ങളും കാണട്ടെ. നാണം കെട്ടവൾ. മോളെ, നിനക്ക് അമ്മയും അച്ഛനും ഒക്കെ ഇല്ലേ? അവർക്ക് ഇത് കാണുമ്പോൾ വിഷമമാവൂലേ? ബ്ലറാക്കാതെ കാണിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പോസിറ്റീവ് ഓളികളാണ്. പോസിറ്റീവ് നെഗറ്റീവ് ഓളികൾ നാറുകൾ കുറേ എണ്ണം കടന്ന് മെഴുകുന്നുണ്ട്. കുറച്ച് ഒട്ടുമിക്ക, ഞാൻ പറഞ്ഞില്ല, 90% എബോവ് കമന്റും പോസിറ്റീവായിരുന്നു. അത് കണ്ടപ്പോൾ വളരെ സന്തോഷം. ഞാൻ സത്യം പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും ഇതിൻ്റെ അടിയിലെന്ന് പ്രതീക്ഷിച്ചു ഈ ഡ്രസ്സിൻ്റെ ഒരു കേസിൽ. പക്ഷേ അതല്ല, ബുദ്ധിയും വിവരമുള്ള മനുഷ്യർ, ബോധമുള്ളവരാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് തെളിയിച്ചിരിക്കുന്നു ഈ ഒരു കമന്റ് ബോക്സ്. എന്നാലും വിവരമില്ലാത്ത, ബോധമില്ലാത്ത, പൊക്കണമില്ലാത്തത് ഉണ്ടെന്നും തെളിയിച്ചിരിക്കുന്നു ഈ കമന്റ് ബോക്സ്. എന്തായാലും കൊള്ളാം. അരുണിമയുടെ ബാക്കി വീഡിയോ ആണ്. അതുപോലത്തെ ലൈഫ് എന്താ പറയുക, ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് ജീവിക്കുന്നുണ്ട് ഈ ലോകത്ത് ഒരുപാട് ആൾക്കാർ. അപ്പോൾ ഞാൻ ഓരോ ദിവസം വ്യത്യസ്തമായ രീതിയിൽ ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ശരീരത്തിൽ നല്ല വെയിറ്റ് ഉള്ള ഓരോ സാധനങ്ങളാണ് അവരിടുന്നത് കേട്ടോ. എൻ്റെ അമ്മോ, എൻ്റെ അമ്മോ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഈ അരയിലിടുന്നതിനൊക്കെ നല്ല വെയിറ്റാ. സമ്മതിക്കണം അവരെങ്ങനെയൊക്കെ ഇട്ട് നടക്കാൻ. വസ്ത്രം അലക്കുന്നതാണ് കാണുന്നത്. അവർ അലക്കില്ല, കുളിക്കില്ല, അതായത് വെള്ളമില്ല. അപ്പോൾ സുഗന്ധ ദ്രവ്യങ്ങളെല്ലാം ചേർത്ത് ഒരു ഹെർബ്സ് ഒക്കെ ചേർത്ത് ഒരു സംഭവമുണ്ട്.
അതിലിങ്ങനെ പുകയിടും. അതാണ് അവരുണ്ട് ഒരു റെഡ് കളറിൽ ശരീരത്തിലൊക്കെ തേച്ചേക്കുന്നത്. അപ്പോൾ അവർക്ക് ഉടുക്കാനുള്ള അത് ആ കാണുന്ന ഡ്രസ്സാണ്. അപ്പോൾ അത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കും കേട്ടോ. കണ്ടോ, പുകച്ച് അതിങ്ങനെ മൂടിയിടും. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ പുക വരും. അപ്പോൾ ആ പുക വരുന്ന സമയത്ത് അത് കണ്ടോ, ആ ഡ്രസ്സ് ക്ലീൻ ആവും. അതിലുള്ള വൃത്തിയുടെ സ്മെല്ലൊക്കെ പോകും. അതാണ് അവർ ധരിക്കുന്നത്. സ്മെല്ലും പോകും, പിന്നെ എന്താ പറയുക, അത്യാവശ്യം എല്ലാം ക്ലീൻ ആയി കിട്ടും. ഞാനിപ്പോൾ അവരുടെ അടുത്ത് ചെല്ലുന്ന സമയത്തും ഒരുപാട് അങ്ങനെ സ്മെല്ലൊന്നും അങ്ങനെ കിട്ടുന്നില്ല കേട്ടോ. കണ്ടോ, അവരത് ഉണക്കാനിടുന്ന പോലെ ക്ലീൻ ആക്കുവാണ്. ഇതെല്ലാം പശുവിന്റെ തോലാണ്. അവർ തന്നെ പറിച്ചുണ്ടാക്കിയതാണ്. അവർ തന്നെയാണ് എല്ലാം അത് ഉണ്ടാക്കുന്നത്. നമ്മൾ അണ്ടർ ഗാർമെന്റ്സ് ഇടുന്നില്ലേ, അതിന് പകരമായിട്ടാണ് ഇത് ഇടുന്നത്. ഇത് ഭയങ്കര ചൂടാണ് കേട്ടോ. തൊട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ ഇത് മുന്നേ എങ്ങനെയാണ് ഇത് ചൂടാക്കി എടുക്കുന്നത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഫുൾ വീഡിയോ അരുണിമയുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു അഭിമാനമാണ് തോന്നുന്നത്. നമ്മുടെ നാട്ടിൽ നിന്ന്, മലയാളികളുടെ ഇടയിൽ നിന്ന് ഒരു പെൺകുട്ടി എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചിട്ട് ഇതുപോലെ ഓരോ വീഡിയോസ് എടുക്കുക എന്ന് വെച്ചാൽ ചെറിയൊരു നിസ്സാര കാര്യമല്ല. അവിടെ പോയിട്ട് അവരെ പോലെ ഡ്രസ്സ് ചെയ്തെന്ന് വെച്ച് അത് അവരുടെ കൾച്ചർ അനുസരിച്ച് അരുണിമ അത് ഓരോന്നും നമ്മൾ മലയാളികൾക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് അവിടെ പോയിട്ട് ഈ പറയുന്ന ഇവിടെ കിടന്ന് ചില മെമ്പർഷിപ്പ് ലൈവ് അടിക്കുന്ന ടീംസിനെ പോലെയൊന്നും അല്ല അരുണിമ അവിടെ കാണിച്ചു കൂട്ടുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം വേണം. അവിടെ എന്താണ്, അവിടുത്തെ കൾച്ചർ എന്താണ്, അവിടുത്തെ രീതികൾ എന്താണെന്ന് അരുണിമ നമുക്ക് കാണിച്ചു തരികയാണ്, നമ്മൾ മലയാളികൾ അറിയാൻ വേണ്ടിയിട്ട്. ഒരുപാട് മലയാളികൾ കാത്തിരുന്ന് കാണുന്ന ഒരു വീഡിയോ ആണ് അരുണിമയുടെ വീഡിയോ. ഞാൻ മിക്ക വീഡിയോസും കാണാറുണ്ട്. എല്ലാം കണ്ടില്ലെങ്കിലും ഒട്ടുമിക്കതും ഞാൻ കാണാറുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അല്ലാതെ ഇവിടെ കിടന്ന് ചില മെമ്പർഷിപ്പ് ലൈവ് അടിക്കുന്ന ഓളികളെ പോലെയുള്ള സാധനം അല്ല അരുണിമ അവിടെ കാഴ്ച വെക്കുന്നത്. അത് ഫസ്റ്റ് മനസ്സിലാക്കുക, ബോധത്തോടെ ചിന്തിക്കുക. ഇതിന്റെയൊക്കെ താഴെ പോയിട്ട് നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് വളരെ ഇതിനേക്കാളും വൾഗാരിറ്റി ഉള്ള കമന്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വെക്കാത്തതാണ്. കാരണം അത്രയും തരം താഴ്ന്ന ലെവലിലുള്ള ആൾക്കാരും നമ്മുടെ സൊസൈറ്റിയിൽ ഇന്നും ഇങ്ങനെ പോകുന്നുണ്ട്. ഈ നെഗറ്റീവ് അടിക്കുന്ന ഓളികളൊന്നും മനസ്സിലാക്കുക. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അരുണിമ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ നിനക്കൊക്കെ അതിന്റെ ഇടയിൽ മറ്റേ കുത്തിത്തിരിപ്പ് കണ്ടുപിടിക്കുന്ന ഈ ചീഞ്ഞ സ്വഭാവം ഒന്നും മാറ്റി വയ്ക്കടേ. നീയൊക്കെ ഈ മെമ്പർഷിപ്പ് ലൈവ് അടിക്കുന്ന കുറെ ടീംസ് ഉണ്ടല്ലോ, അതിനെയൊക്കെ പോയി പറ. അതിൽ പറഞ്ഞാൽ നിനക്കൊക്കെ അന്തസ്സുണ്ടെന്ന് ഞാൻ പറയും. ഇതിന്റെ താഴെ വന്ന് നടന്ന് മെഴുകാതെ. ഇതൊക്കെ ആൾക്കാർ അറിയേണ്ട കാര്യങ്ങളാണ്. ശരിപ്പെട്ട അതിനുള്ള ബോധമൊന്നും ഇല്ലല്ലോ. മെമ്പർഷിപ്പ് ലൈവിൽ പോയി കൈകൊട്ടി ആഘോഷിക്കുന്ന ടീമല്ലേ. മെമ്പർഷിപ്പ് ലൈവിലോട്ട് 2-3 ദിവസത്തിനകത്ത് ഞാൻ ഒരു വരവോടി വരും.